ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വിവരങ്ങൾ SITക്ക് കിട്ടി. അവിടെ സ്വർണം പൂശിയത് അതിൻ്റെ മഹസർ അത് തപ്പി നടക്കുകയായിരുന്നു SIT. 2-3 ദിവസത്തെ തപ്പൽ കൊണ്ട് ശബരിമലയിലെ പ്രോജക്റ്റ് അവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം ആ മഹസർ കണ്ടെത്തി. 420 പേജുണ്ട് ആ മാസ്റ്ററിൽ. ആ മാസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഡോക്യുമെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു അടിസ്ഥാന രേഖ തന്നെയാണ്. മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി കൊടുത്ത ഉത്തരവ് ആ മാസ്റ്ററിലുണ്ട്. തുടർന്ന് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അതിന് സ്വർണം പൊതിയാൻ അനുമതി കൊടുത്ത ഉത്തരവ്. ആ മാസ്റ്ററിൻ്റെ കൂടെ മറ്റൊരു കാര്യം, സ്വിറ്റ്സർലൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്യാൻ UB ഗ്രൂപ്പിന് വിജയ് മല്യയ്ക്ക് കൊടുത്ത ഉത്തരവിൻ്റെ കോപ്പി. അദ്ദേഹം 22 കാരറ്റ് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആ ഇമ്പോർട്ടിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയും കിട്ടി. വളരെ വൈറ്റലായ 3-4 റെക്കോർഡുകൾ ഇപ്പം SITയുടെ കയ്യിലായി. ആ മഹസർ തപ്പി നടക്കുകയായിരുന്നു. മൊത്തം അവിടെ എത്ര പൂശി, എത്ര ഇറക്കുമതി ചെയ്തു, എവിടൊക്കെയാണ് പൂശിയത്, ഇങ്ങനെയുള്ള കാര്യത്തിനൊരു വ്യക്തത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വരണമായിരുന്നു. എങ്കിലേ ഈ കേസ് നിലനിൽക്കുള്ളൂ. പൂശിയത് എത്ര, റിക്കവറി ചെയ്ത് കള്ളന്മാരിൽ നിന്ന് എടുത്തത് എത്ര, എങ്കിലേ അത് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പം വരുന്ന വാർത്തകൾ, ആ മഹസറിൻ്റെ കോപ്പി 420 പേജുള്ളപ്പോൾ അത് കണ്ടെത്തിയോടുകൂടി SITക്ക് ആശ്വാസമായി. കോടതി നടപടികൾ യഥേഷ്ടം മുന്നോട്ട് പോകും. അതിനകത്തൊരു കണക്കുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ UB ഗ്രൂപ്പ് 1565 ഗ്രാം സ്വർണം പൊതിഞ്ഞതായി ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ദ്വാരപാലക ശില്പത്തെ 1564.190 എന്ന് പറഞ്ഞാൽ 1565 ഗ്രാം പൊതിഞ്ഞു. പിന്നെ ശ്രീകോവിലിന്റെ വാതിൽപ്പാളി കട്ടില പടിയില് എല്ലാം കൂടെ കൂടി 2520 ഗ്രാം സ്വർണം പൊതിഞ്ഞു. കൃത്യമായിട്ട് പറയാം 2519.760 എന്ന് പറഞ്ഞാൽ 2520 ഗ്രാം. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള പാളികളില് പൊതിഞ്ഞത് 4303 ഗ്രാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടല് വിജയ് മല്യ അവിടെ പൊതിഞ്ഞത്, സ്വർണം പൊതിഞ്ഞത്, 22 കാരറ്റ് സ്വർണം പൊതിഞ്ഞത് 8387 ഗ്രാം. ഏകദേശം 8.5 കോടി രൂപയുടെ സ്വർണം അവിടെ പൊതിഞ്ഞു. ആ സാധനം ഇപ്പൊ അവിടെ ഒന്നും തന്നെ അവശേഷിച്ചില്ല എന്നാണെന്ന് തോന്നുന്നത്. കാലാകാലങ്ങളിലായിട്ട് 8.5 കോടി രൂപയുടെ സ്വർണം, പൊതിഞ്ഞ സ്വർണം 3 സ്ഥലങ്ങളിൽ നിന്നും അടിച്ചു മാറ്റി എന്ന് ഉറപ്പായി. തുടക്കം മുതലേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുമായിരുന്നു 44 കിലോ 800 ഗ്രാം എന്ന് പറഞ്ഞാൽ 45 കിലോയോളം UB ഗ്രൂപ്പ് കൊണ്ടുവന്നു. അതിനകത്ത് 38 കിലോ 300 ഗ്രാം അവിടെ തേച്ചു എന്നായിരുന്നു നമുക്ക് മനസ്സിലായത്. ഇപ്പോഴത്തെ ഈ മഹസറിലെ PW ചീഫ് എഞ്ചിനീയർ K രവികുമാറും അസിസ്റ്റന്റ് എഞ്ചിനീയർ CK രാജശേഖരൻ നായരും അവരുടെ മേൽനോട്ടത്തിലാണ് ഇത് പൊതിഞ്ഞത്. അതിൻ്റെ ഒരു മഹസറാണ് 420 പേജ്. അതിപ്പം ലഭിച്ചു. അപ്പൊ ഏകദേശം 8.5 കോടി രൂപയുടെ സ്വർണം അവിടെ പൊതിഞ്ഞു. ആ പൊതിഞ്ഞത് ഇപ്പൊ അവിടെ ഉണ്ടോ, എത്ര മാത്രം മിച്ചം അവിടെ ഉണ്ട്, അടിച്ചുകൊണ്ട് പോയത് എത്ര, അടിച്ചുകൊണ്ട് പോയപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് റിക്കവർ ചെയ്യാൻ പറ്റി. അത് 400 ഗ്രാം ബെല്ലാരിയിൽ നിന്നും, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്ന് 176 ഗ്രാമും, അത് കൃത്യമായിട്ട് അത്ര ഇങ്ങ് പോകുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് കുറേ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തൂക്കത്ര നമുക്കറിയില്ല. അതുപോലെ
സ്മാർട്ട് ക്രിയേഷൻസിന് അവിടുന്ന് എത്ര കിട്ടിയെന്ന് അറിയില്ല. എങ്കിലും അവിടെ ഒരു 109 ഗ്രാം അല്ലെങ്കിൽ 110 ഗ്രാം സ്വർണം അവര് വേലക്കൂലിയായിട്ട് വാങ്ങിച്ചത് അതിപ്പം കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് അവിടെ പൂശിയത് എത്ര എന്നുള്ള കണക്ക് ഈ മഹസറോടുകൂടി കൃത്യമായി. അതില് എത്ര അടിച്ചു പോയി, ഇനി അവിടെ എത്രയുണ്ട്, ആ ഒറിജിനൽ ദാരി ശില്പങ്ങളുടെ തേച്ച ആ പാളികളെല്ലാം കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ അവിടെ ഉള്ളത് ഡൂപ്പ് സാധനങ്ങളാണ്. ഏകദേശം 1999 മുതൽ ഇത് പൂശിയ ഡേറ്റ് മുതൽ മഹസറിന്റെ കോപ്പിയിൽ അതിന്റെ ഡേറ്റ് ഉണ്ടാവും. അന്ന് മുതൽ ഇന്ന് വരെ 8.5 കോടി രൂപയുടെ സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ് ഒരു കണക്ക് മഹസർ അനുസരിച്ച്. ഇനി അവിടെ എത്ര കോടി അല്ലെങ്കിൽ എത്ര രൂപയുടെ സാധനം മിച്ചമുണ്ട്, പുറത്തോട്ട് കൊണ്ടുപോയ സാധനത്തിൽ എത്ര നമുക്ക് കിട്ടി, അതിന്റെ കണക്ക് പോലീസ് റിക്കവർ ചെയ്തു. ഏതായാലും അവിടുന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണം 22 കാരറ്റ് ആണ് എന്ന് പറയുന്നെങ്കിലും തിരിച്ചു വന്നത് 24 കാരറ്റ് ആണോ എന്ന് നമുക്കറിയില്ല. അത് നോക്കണം. അത് ഗോൾഡ് സ്മിത്ത് നോക്കി കറക്റ്റായിട്ട് പറയും. അതേസമയം വന്ന സ്വർണം എത്ര, തേച്ച സ്വർണം എത്ര, ബാക്കി എത്ര കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയി എന്നിപ്പം ഏകദേശം ഒരു കൃത്യ കണക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിനകത്ത് ആരൊക്കെയാണ് സ്വർണം അടിച്ചു മാറ്റി കൂട്ടുനിന്നത്, അതിനകത്ത് എത്ര പേരുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഇനി വരണം. ഏതായാലും തൽക്കാല വെബ്സൈറ്റിക്ക് ഒരു ആശ്വാസമായി. മഹസർ കണ്ടെത്തിയോടുകൂടി വിജയമല്യ എത്രയാണ് അവിടെ പൂശിയതെന്നുള്ളത് കൃത്യമായ കണക്കുണ്ട്. അയാൾ കൊണ്ടുവന്ന സാധനം ബാക്കി എവിടെ എന്നുള്ളത് അന്ന് സമാധാനം, അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടൊരു സമാധാനം പറഞ്ഞു. ഏതായാലും 8.5 കോടി രൂപയുടെ സ്വർണം അവിടെ ഉണ്ടായിരുന്നു. അതിലിനി മിച്ചം എത്രയുണ്ടെന്ന് മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി പറയും. ഏതായാലും ഇതിനോടനുബന്ധിച്ച് ഇനി ചില അറസ്റ്റുകളും നടക്കാനുണ്ട്.